ഹായ് ഹലോ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ വന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം മറക്കുന്നതിന് മുന്നേ പറയട്ടെ. വേറൊന്നുമല്ല, ഇന്ന് അനീഷിൻ്റെ മകൾ അനശ്വര മോളുടെ ബർത്ത്ഡേ ആണ്. ആക്ച്വലി അനീഷ് മെസ്സേജ് അയച്ചിരുന്നു. ആക്ച്വലി ഞാൻ മറന്നേ പോയി കേട്ടോ. ഞാൻ പെട്ടെന്നാണ് ഓർത്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നൊരു കൂട്ടത്തിൽ അതങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനശ്വര മോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമ്പരം തരട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം വേറൊന്നുമല്ല. ഞാനിപ്പം കുറേ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നൊരു കമൻറ്റ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ബീനയ്ക്കിപ്പോൾ ഭയങ്കര എന്നാ ഗമയാണ്. ബീനയ്ക്കിപ്പോൾ ഭയങ്കര ഒരു ഗമയെന്നല്ലല്ലോ, പൊങ്ങച്ചം. അത് തന്നെ, ഗമയല്ല, ബീനയ്ക്ക് ഭയങ്കര പൊങ്ങച്ചമാണ്. ഓക്കെ. ഞാൻ ഈ പറഞ്ഞവരോടൊരു ചോദ്യം, പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, ഈ പൊങ്ങച്ചം കാണിച്ചിട്ട് എന്ത് നേടാനാണ്? ഈ പൊങ്ങച്ചം കാണിച്ചു കഴിഞ്ഞാൽ, അല്ല, ഞാൻ എന്തിന് പൊങ്ങച്ചം കാണിക്കണം? ഈ പൊങ്ങച്ചം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ യൂട്യൂബും ഫേസ്ബുക്കിൽ നിന്ന് ഞാനെന്താ കോടികൾ സമ്പാദിക്കുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, എനിക്ക് വേറെ എന്താണ്ട് വലിയ സംഭവത്തിലങ്ങാണ്ട് ഞാൻ നിൽക്കുന്നുണ്ടോ? ആകെ പോകുന്നുണ്ടെന്ന് പറയാം, ബാംഗ്ലൂരിൽ ഒരു സ്ഥലം മേടിച്ച് ചെറിയൊരു വീടും വെച്ച് ഇതിനകത്ത് താമസിക്കുന്നതല്ലാതെ വലിയ സമ്പാദ്യവും കാര്യങ്ങളൊന്നും കൂട്ടി വെച്ചിട്ടൊന്നല്ല ജീവിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കഞ്ഞി കുടിക്കാൻ പറ്റിയാൽ ഞാൻ കഞ്ഞി കുടിക്കും, ഒരു ദിവസം ബിരിയാണി കഴിക്കാൻ പറ്റിയാൽ ബിരിയാണി കഴിക്കും. അത് ആഘോഷമായിട്ട് ഞാൻ കഴിക്കും. അയ്യോ എനിക്കിന്ന് കഞ്ഞിയാണേന്ന് പറഞ്ഞ് ഞാൻ കരയാറുമില്ല, അയ്യോ എനിക്കിന്ന് ബിരിയാണി ആണെന്ന് പറഞ്ഞാൽ വെച്ച് ഞാൻ സന്തോഷിച്ച് തുള്ളിച്ചാടാറുമില്ല. അതാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ദൈവം തന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ടതാണ്. ഞാൻ ഈ സമയത്ത് നിങ്ങളോടൊന്ന് വർത്തമാനം പറയാം, നാളെ ഞാൻ വർത്തമാനം പറയാൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ആർക്കും ആരുടെയും ജീവിതം ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത ജീവിതത്തിൽ നമ്മൾ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കേണ്ടുന്നത്, എന്ത് കണ്ടിട്ടാണ് പൊങ്ങച്ചം കാണിക്കേണ്ടുന്നത്? അതുമല്ല പോട്ടെ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഈ സമ്പാദിച്ച് വെച്ചേക്കുന്നൊക്കെ എൻ്റെ രണ്ട് കയ്യിലും തൂക്കിക്കൊണ്ട് ഞാൻ പോവുമോ? ഒന്നുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, എത്ര സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക അത്രയും സന്തോഷമായിട്ടിരിക്കുക. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ എന്നെ വിട്ടില്ലെങ്കിൽ കൂടി ഞാൻ സെൽഫായിട്ട് എനിക്ക് സന്തോഷം ഞാൻ കണ്ടെത്താറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഷോർട്ട് പീരീഡാണ്. എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ ചേട്ടൻ്റെ കസിന്, ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കസിന്, ആ അച്ചായനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആഴ്ചയായി മരിച്ചു പോയിട്ട്. എങ്ങനെ മരിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഒരു അസുഖമുള്ളൊരു വ്യക്തി ഒന്നുമല്ല. വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തിന് പള്ളിയിൽ എൻ്റെ ചേച്ചി അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോയി. അപ്പം ഈ ബൈബിളിൽ വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കും. അപ്പം ആ അച്ചായനാണ് നിന്നിട്ട് ബൈബിളിലെ സങ്കീർത്തനമോ എന്തോ ഇങ്ങനെ വായിക്കുന്നു. അവിടെ ഇരിക്കുന്ന ജനങ്ങൾ അത് തുടർന്നുള്ളത് പ്രതിവാക്യമായിട്ട് വായിക്കുന്നു. അങ്ങനെ വായിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ചാൻ്റെ സൗണ്ട് വരുന്നില്ല. അപ്പോൾ ഇവർ വായിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ, അയ്യോ അച്ചാൻ എന്താ വായിക്കാത്തത്, അത് തുടർന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുന്നു. പക്ഷെ അച്ഛന് സംസാരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ സൈഡിലോട്ട് ചരിഞ്ഞ് പോകുന്നു. അപ്പോൾ തൊട്ടടുത്ത് അച്ഛൻ നിൽപ്പുണ്ട്. അച്ഛൻ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. വായിക്കാൻ പറ്റുന്നില്ല എന്തോന്ന് വിചാരിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അച്ഛൻ ആ ചെയറിൻ്റെ സൈഡിൽ, ചെയറിൻ്റെ അല്ല, ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ആൾ ചരിഞ്ഞ് താഴേക്ക് വീണു. വായിക്കൂടെ കുറച്ച് നേരം പതയൊക്കെ വന്നു. പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ ആൾ മരിച്ചു. ആൾക്ക് പ്രത്യേകിച്ച് പറയത്തക്ക വലിയ രോഗങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. പൊങ്ങച്ചം കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ഒന്നും ഈ ഭൂമിയിൽ നമ്മൾ ഒന്നും ചേർത്ത് വെച്ചിട്ടുമില്ല, കൊണ്ടുപോകാനും ഒന്നുമില്ല. ഞാൻ ആ മരണകാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിലെ കുമ്മളയ്ക്ക് പിന്നെ ആയുസ്സുണ്ട്, മനുഷ്യ ജീവിതത്തിന് ഒരു ആയുസ്സുമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ എനിക്ക് എന്ത് തന്നാലും ഞാനത് അത്ര സന്തോഷമായിട്ട് ഞാൻ ആഘോഷിക്കും, സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുകയും ചെയ്യും. എനിക്ക് പൊങ്ങച്ചമാണെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാർ, എന്തുകൊണ്ടാണ് ഈ പൊങ്ങച്ചം എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിനുള്ള കാരണം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷം. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് നോവിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഈ എഴുതുന്ന കമൻറ്റ്. കാരണം വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയോട് ഒരു പൊങ്ങച്ച വർത്തമാനം പറയോ, ഒരു വ്യക്തിയോട് ഞാൻ പിന്നെന്താ പറയുന്നത്, എൻ്റെ പൊങ്ങച്ച ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഇന്നതുണ്ടെന്നോ എനിക്ക് അതുണ്ടെന്നോ ഇതുണ്ടെന്നോ ഞാനൊരു വ്യക്തിയോട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ ദൈവം തന്നത് ദാനമല്ലാതെ എൻ്റെ ജീവിതത്തിൽ പുകഴുവാനായിട്ട് എനിക്കൊന്നുമില്ല. ഈ നിമിഷം ഭസ്മമാക്കണമെന്ന് ദൈവം വിചാരിച്ചാൽ ഭസ്മമാക്കാൻ പറ്റുന്നൊരു ജീവിത അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് അഹങ്കരിക്കാനും പൊങ്ങച്ചും പറയാൻ എന്തായിരിക്കുന്നത്? ആക്ച്വലി ഞാൻ നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയിട്ട് പ്രതികരിക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാണ്ട് അത് സ്വാഭാവികമാണ്, ഓരോരുത്തരുടെ മൈൻഡ് അങ്ങനെയല്ലേന്ന്. പക്ഷെ ഞാൻ എല്ലാ കാര്യവും ഞാൻ ശരി, അത് അവരവരുടെ ക്യാരക്ടർ, അത് ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാടൊന്നും നെഗറ്റീവ് കമൻറ്റുകൾ അങ്ങനെ വരാറുമില്ല കേട്ടോ. എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഒരു 1000-1 ആയിരിക്കും. അത്ര കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് എടുത്തോളൂ.
തോന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വീഡിയോ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എഴുതുന്ന കമൻറ്റിനകത്ത് ബീനയ്ക്ക് ഭയങ്കര പൊങ്ങച്ചമാണെന്ന്. അപ്പോൾ ഈ പൊങ്ങച്ചമാണെന്ന് എഴുതിയ ആൾക്കാർ ഈ വീഡിയോയുടെ താഴെ ആ കമൻറ്റ് ബോക്സിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ പൊങ്ങച്ചം കാണിച്ച് നിങ്ങളോട് പറഞ്ഞെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. അപ്പോൾ അതുകൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കാരണം എനിക്കിത് വല്ലാണ്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്ന ഒരു വേർഡാണ് ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത്. കാരണം അത് പൊങ്ങച്ചം കാണിച്ചിട്ട് അയ്യോ എനിക്കിതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചതന്നെയായിരുന്നു. പക്ഷേ ഈ നിമിഷം ഞാൻ ദൈവനവരാൻ എന്നെ ഒരു പടി ഉയർത്തിയാൽ ഞാൻ 100 പടി താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഞാനൊന്നും സമ്പാദിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ദൈവം തന്ന ദാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒന്നും സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് തന്നെ ദൈവം നമ്പരാൻ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ പോകും. ഞാൻ വെറും കയ്യാൽ ഞാൻ തിരികെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ച്. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് പറയാനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമൻ്റ് എഴുതിയ വ്യക്തികൾ എൻ്റെ കൂട്ടുകാരാവാൻ സാധ്യതയില്ല. അവരെ എൻ്റെ കൂട്ടുകാരായിട്ട് കൂട്ടാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്നില്ല. നിങ്ങളോടൊക്കെ സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ പേയാണ്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.